നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാരിന്റെ GST നയത്തിനെതിരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ചൊവ്വാഴ്ച ഹോട്ടലടച്ച് ഹർത്താൽ ആചരിച്ചു. ഹോട്ടൽ ഹർത്താൽ ജനങ്ങളെ ദുരിതത്തിലാക്കി. പയ്യന്നൂരിലെ RSS പ്രവർത്തകൻ ബിജുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ റിമാൻഡിലായ 2 പ്രതികളെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. അന്വേഷണ ഉദ്യോഗസ്ഥനായ പയ്യന്നൂർ CI MP ആസാദ് നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് 3 ദിവസത്തേക്ക് പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടത്. കേന്ദ്ര സർക്കാരിന്റെ ബീഫ് നിരോധനത്തിനെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നു. തൃക്കരിപ്പൂരിൽ DYFIയുടെ നേതൃത്വത്തിൽ ബീഫ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ കരിദിനം ആചരിച്ചു. പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഒന്നും ശരിയായില്ല. ആവശ്യത്തിന് ജീവനക്കാരില്ല. ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റുന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് വെള്ളൂർ ഗവൺമെന്റ് LP സ്കൂൾ മാതൃക. ഈ വർഷം സ്കൂളിൽ 1ാം ക്ലാസ് പ്രവേശനം നേടിയവരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധന. 110 പേരാണ് ഇതിനകം പ്രവേശനം നേടിയത്. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ GST നയത്തിനെതിരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ചൊവ്വാഴ്ച ഹോട്ടലടച്ച് ഹർത്താൽ ആചരിച്ചു. പയ്യന്നൂരിൽ ഭൂരിഭാഗം ഹോട്ടലും അടഞ്ഞുകിടന്നു. ഹോട്ടൽ ഹർത്താൽ ജനങ്ങളെ ദുരിതത്തിലാക്കി. GST വന്നാൽ ചെറിയ ഹോട്ടലുകൾ പോലും നികുതിയുടെ പരിധിയിൽ വരുന്നത് മൂലം സാധാരണക്കാരായ ഉപഭോക്താക്കൾക്കെന്ന പോലെ ഹോട്ടൽ ഉടമകൾക്കും സാമ്പത്തിക ഭാരം വർദ്ധിക്കുമെന്നാണ് സംഘടന ചൂണ്ടിക്കാട്ടുന്നത്. ചൊവ്വാഴ്ച രാവിലെ മുതൽ ഹോട്ടലുകൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. ഹർത്താൽ സാധാരണക്കാരായ ജനങ്ങളെ കാര്യമായി തന്നെ ബാധിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂരിലെ RSS പ്രവർത്തകൻ ബിജുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ റിമാൻഡിലായ 2 പ്രതികളെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. അന്വേഷണ ഉദ്യോഗസ്ഥനായ പയ്യന്നൂർ CI MP ആസാദ് നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് 3 ദിവസത്തേക്ക് പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടത്. അതിനിടെ പ്രതികൾക്ക് ഒളിത്താവളമൊരുക്കിയ വീട്ടുടമയ്ക്കെതിരെ ഗൂഢാലോചന കുറ്റത്തിന് കേസെടുക്കും. RSS പ്രവർത്തകൻ കക്കമ്പാറയിലെ ചൂരക്കാട്ട് ബിജുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ കുന്നത്തെരുവിലെ TP അനൂപ്, കുന്നരുവിലെ പാണത്താൻ വീട്ടിൽ സത്യൻ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ പയ്യന്നൂർ CI നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് കോടതി നടപടി. കൊലപാതകത്തിൽ കൂടുതൽ തെളിവുകളും വിവരങ്ങളും ലഭിക്കാൻ പോലീസ് കസ്റ്റഡിയിലുള്ളവരെ വിശദമായി ചോദ്യം ചെയ്യും. ഒളിവിൽ കഴിഞ്ഞ ഇടങ്ങളിലും മറ്റും പ്രതികളെ കൊണ്ടുപോയി തെളിവെടുക്കും. കൊലപാതകത്തിന് മാസങ്ങൾ നീണ്ട ഗൂഢാലോചന നടന്നതായി ഇതിനകം വ്യക്തമായിട്ടുണ്ട്. കസ്റ്റഡിയിൽ ലഭിച്ചവരെ വിശദമായി ചോദ്യം ചെയ്താലേ ഗൂഢാലോചന നടത്തിയ സ്ഥലവും ഇതിൽ ആർക്കൊക്കെ പങ്കുണ്ടെന്ന കാര്യവും വ്യക്തമാവുകയുള്ളൂ. വരും ദിവസങ്ങളിൽ തന്നെ കൊലപാതകത്തെക്കുറിച്ച് വ്യക്തമായ വിവരം ലഭ്യമാകുമെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന. അതിനിടെ പ്രതികൾക്ക് ഒളിത്താവളമൊരുക്കിയ വീട്ടുടമയ്ക്കെതിരെ ഗൂഢാലോചന കുറ്റത്തിന് കേസെടുക്കും. കേന്ദ്ര സർക്കാരിന്റെ ബീഫ് നിരോധനത്തിനെതിരെ DYFI തൃക്കരിപ്പൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ടൗണിൽ ബീഫ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. DYFI കാസർഗോഡ് ജില്ലാ സെക്രട്ടറി അംഗം C. സുബൈർ ഉദ്ഘാടനം ചെയ്തു. മോദി സർക്കാരിന്റെ ബീഫ് നിരോധനത്തിൽ പ്രതിഷേധിച്ച് DYFI തൃക്കരിപ്പൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃക്കരിപ്പൂരിൽ ബീഫ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച പൊതുയോഗം DYFI കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C. സുബൈർ ഉദ്ഘാടനം ചെയ്തു. ഈ നാടിനെ ബാധിക്കുന്ന ഒരു പൊതുവായ വിഷയത്തിൽ ഈ നാടിനകത്ത് എല്ലാ ജനങ്ങളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മതരാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഈ നാടിനകത്ത് പോരാട്ടം നടത്തുമ്പോ, പ്രതിഷേധം നടത്തുമ്പോ ആ പൊതുധാരയോടൊപ്പം അണിനിരക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് പരിമിതികളുണ്ടെങ്കിൽ അവരെ രാഷ്ട്രീയ പ്രസ്ഥാനം പിരിച്ചുവിടുന്നതാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഈ നാടിനകത്ത് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് എന്ത് പരിമിതിയാണുള്ളത്? നാഴികക്ക് 40 വട്ടം CPIM-നെ രൂക്ഷമായി വിമർശിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് യാതൊരു പരിമിതിയുമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, RSS-നെ വിമർശിക്കാൻ ഒരു പരിമിതിയും ലീഗിനുമില്ലാത്ത പരിമിതിയാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വിമർശിക്കാൻ പരിമിതികൾ ഇല്ലാതാകുന്നു.
ബ്ലോക്ക് പ്രസിഡന്റ് പി കെ വിനോദ് അധ്യക്ഷത വഹിച്ചു. രതീഷ് കുതിരുമൽ, എം രാമചന്ദ്രൻ, കെ പി രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നോമ്പുമുറിക്ക് ബാങ്ക് വിളി ഉയർന്നതോടെ ബീഫും ബ്രെഡും വിതരണം ചെയ്തു. ഡിവൈഎഫ്ഐ പ്രവർത്തകരും നാട്ടുകാരുമടക്കം നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ബീഫ് നിരോധനത്തിനെതിരെ തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിദിനം ആചരിച്ചു. ടൗൺ കേന്ദ്രീകരിച്ച് നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ജനങ്ങളെ വെല്ലുവിളിച്ച് ബീഫ് നിരോധനം നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിദിനം ആചരിക്കുകയും ടൗണിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുകയും ചെയ്തു. കാസർഗോഡ് DCC വൈസ് പ്രസിഡന്റ് പി കെ ഫൈസൽ, തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി കുഞ്ഞിക്കണ്ണൻ, കെ ശ്രീധരൻ മാസ്റ്റർ, ഇ കെ മുഹമ്മദ് കുഞ്ഞി, കെ പി ദിനേശൻ, കെ വി മുകുന്ദൻ, എം രമേഷ് ബാബു, എം ബി രാജേഷ്, കെ കുഞ്ഞമ്പു, എ ജി കമറുദ്ദീൻ, കെ വി വിജയൻ, ഡി ദാമോദരൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഏഴിമല നാവിക അക്കാദമിയിലെ കേഡറ്റ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. IG-യുടെ നിർദ്ദേശപ്രകാരമാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. ഏഴിമല നാവിക അക്കാദമി കെട്ടിടത്തിൽ നിന്നും മലപ്പുറം സ്വദേശിയായ കേഡറ്റ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കേസന്വേഷണമാണ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത്. പയ്യന്നൂർ പോലീസിന്റെ മേൽനോട്ടത്തിൽ അന്വേഷണം നടന്നുവരുന്ന കേസ് ആഭ്യന്തര വകുപ്പിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. മരണത്തിൽ ദുരൂഹത ചൂണ്ടിക്കാട്ടി നേരത്തെ തന്നെ സൂരജിന്റെ ബന്ധുക്കൾ പരാതിപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ അക്കാദമിയിലെ സീനിയർ ട്രെയിനികളായ പീയൂഷ് ചൗധരി, വിശാൽ പാണ്ഡെ എന്നിവർക്കെതിരെ പയ്യന്നൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കഴിഞ്ഞ ദിവസം ഇവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയും ചെയ്തു. മരണം ആത്മഹത്യ തന്നെയാണെന്ന നിലപാടിലാണ് പയ്യന്നൂർ പോലീസ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത്. ക്രൈം ഡിറ്റാച്ച്മെന്റ് DYSP പി മധുസൂദനനാണ് അന്വേഷണ ചുമതല. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഗൂഗിളിനെ പറ്റിയ തെറ്റ് കണ്ടുപിടിച്ച മലയാളി വിദ്യാർത്ഥിക്ക് അംഗീകാരം. പീലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിദ്യാർത്ഥി ശ്രീനാഥ് രഘുനാഥനാണ് ഗൂഗിൾ വെബ്സൈറ്റിലെ തെറ്റുതിരുത്താൻ സഹായിച്ചത്. ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗിലെ ഗുരുതരമായൊരു ബഗ് കണ്ടെത്തിയതിനാണ് ശ്രീനാഥ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം പിടിച്ചത്. ഗൂഗിളിലെ ഒരു വൾണറബിലിറ്റി പ്രോഗ്രാമായിട്ട് VRP എന്ന് പറയുന്ന വൾണറബിലിറ്റി റിപ്പോർട്ട് പ്രോഗ്രാമിലാണ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പേ റിപ്പോർട്ട് ചെയ്തത്. ആ റിപ്പോർട്ട് ചെയ്ത വൾണറബിലിറ്റി എന്ന് പറഞ്ഞാൽ XSS എന്നാണ് പറയുന്നത്. XSS മീൻസ് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയും. ഇത് പ്രധാനമായിട്ട് ബാധിക്കുന്നത് ഒരു ക്ലയൻറ്റ് സൈഡിനാണ്. സെർവർ സൈഡിനെ ബാധിക്കുന്നില്ല, ക്ലയൻറ്റ് സൈഡിനെ ബാധിക്കുന്നുണ്ട്. അതാണ് ഞാൻ ചെയ്ത റിപ്പോർട്ട്. ഇതിൻ്റെ പ്രധാനമായി ഞാനൊരു മെൽഷ്യസ് കോഡ് ഒരു കമൻറ്റ് ബോക്സിൽ ഇട്ടപ്പോൾ അത് എക്സിക്യൂട്ട് ആവുകയും അതിൻ്റെ ഭാഗമായിട്ട് ആ പേജിൻ്റെ ആ കമൻറ്റ് ബോക്സ് വർക്ക് ചെയ്യാതാവുകയും ആണ് ഉണ്ടായത്. അങ്ങനെയാണ് ഞാൻ ഗൂഗിളിൽ റിപ്പോർട്ട് ചെയ്തത്. ഈ 2-3 ദിവസം മുമ്പെയാണ് ഗൂഗിൾ എന്നെ അറിയിച്ചത്. ഗൂഗിളിൻ്റെ ഹാൾ ഓഫ് ഫെയിം എന്ന് പറയുന്ന ഒരു അംഗീകാരം കിട്ടി. ഗൂഗിളിന്റെ വിവിധ സങ്കേതങ്ങളിലെ തെറ്റുകൾ കണ്ടെത്താൻ ലോകമാകെയുള്ള ഹാക്കർമാർക്കും ടെക്കികൾക്കും അവസരം ലഭിക്കാറുണ്ട്. പ്രധാന പിഴവുകൾ കണ്ടെത്തുന്നവർക്ക് ഹാൾ ഓഫ് ഫെയിം അംഗീകാരവും പ്രതിഫലവും നൽകും. ഗൂഗിൾ വൾനറബിലിറ്റി റിവാർഡ് പ്രോഗ്രാം എന്നാണ് ഈ സംവിധാനം അറിയപ്പെടുന്നത്. ലക്ഷക്കണക്കിന് ടെക്കികളാണ് ബഗുകൾ കണ്ടെത്താൻ മണിക്കൂറുകൾ ചെലവിടുന്നത്. ടെക്കികൾക്ക് ലോകത്ത് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അംഗീകാരമാണ് ശ്രീനാഥ് രഘുനാഥിന് ലഭിച്ചത്. ഗൂഗിളിന്റെ ഡിസൈനുകളിലെയും പ്രധാന ഡൊമൈനുകളിലെയും പിഴവുകൾ കണ്ടെത്തുന്ന എത്തിക്കൽ ഹാക്കർമാർക്കും ടെക് വിദഗ്ധർക്കുമാണ് ഹാൾ ഓഫ് ഫെയിം അംഗീകാരം നൽകുന്നത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഗോവിന്ദന്റെ കൊച്ചുമകനും രഘുനാഥ് സുജാത ദമ്പതികളുടെ മകനുമാണ് ശ്രീനാഥ് രഘുനാഥ്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഒന്നും ശരിയായില്ല. ആവശ്യത്തിന് ജീവനക്കാരില്ല. ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റുന്നു. താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയിട്ടും പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പാറ്റേണിൽ മാറ്റം വരുത്തിയിട്ടില്ല. പ്രതിഷേധം വ്യാപകമാകുന്നു. ഇടത് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ് സാധാരണക്കാർക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കുക എന്നത്.
എന്നാൽ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്ന രോഗികൾ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ്. ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതാണ് ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റാൻ കാരണമാകുന്നത്. ഡോക്ടറെ കാണിച്ചു ഫാർമസിയിലെത്തിയാൽ മണിക്കൂറുകളോളം കാത്തിരുന്നാൽ മാത്രമേ മരുന്ന് ലഭിക്കൂ. ഫാർമസിയിൽ ഒരു സ്ഥിരം ജീവനക്കാരനും ഒരാൾ താൽക്കാലിക ജീവനക്കാരനുമാണ്. 12 ഡോക്ടർമാരുണ്ടെങ്കിലും എല്ലാവരുടെയും സേവനം ലഭ്യമല്ല. 5 നഴ്സുമാർ മാത്രമാണ് ഉള്ളത്. ഇവർ രാവും പകലും ജോലി ചെയ്യേണ്ട അവസ്ഥയിലാണ്. പഴയങ്ങാട് താലൂക്ക് ആശുപത്രിയുടെ സമഗ്ര വികസനത്തിന് സർക്കാർ പദ്ധതി ആലോചിക്കുന്നുണ്ടെങ്കിലും എന്ന് നടപ്പാക്കുമെന്ന് ആർക്കും ഒരുറപ്പുമില്ല. മണിക്കൂറുകളോളം മരുന്ന് വാങ്ങാൻ ക്യൂവിൽ നിന്ന രോഗികൾ ചോദിക്കുന്നു എന്നാണ് എല്ലാം ശരിയാക്കുക എന്ന്. താലൂക്ക് ആശുപത്രിയായിട്ട് ഉയർത്തിയിട്ട് പോലും രോഗികൾക്ക് ഒരുപാട് നേരം ക്യൂ നിന്നാലേ മരുന്ന് കിട്ടുന്നുള്ളൂ. അവശരായ രോഗികൾക്ക് പോലും കുറേ നേരം നിന്നിട്ട് മരുന്ന് കിട്ടുന്നത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഫാർമസിസ്റ്റ് കുറച്ചേ ഉള്ളൂ. 10 മണിക്കൂർ 2 മണിക്കൂർ അധികമായി മരുന്ന് കൊടുക്കുക. 2-3 ആളുണ്ടെങ്കിൽ അപ്പം ഫസ്റ്റ് ആയി പോയിട്ടുണ്ട്. 2 മണിക്കൂറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് 7 ഡോക്ടറും ഒരു ഫാർമസിസ്റ്റും. നമ്മളിത് ആരോടാ പരാതി പറയേണ്ടത്? നമ്മുടെ വിഷമം ആര് കേൾക്കാനാണ്? അത് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ വേണ്ടപ്പെട്ട അധികാരികൾ വളരെ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ അപേക്ഷിക്കുകയാണ്. നിലവിൽ OP സംവിധാനം ഉച്ചവരെ മാത്രമാണ്. ഇത് രാത്രി വരെയാക്കാൻ സർക്കാർ ഉത്തരവ് വന്നെങ്കിലും ജീവനക്കാരുടെ കുറവ് മൂലം ഇതും പ്രാവർത്തികമാക്കിയില്ല. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ 6ഓളം പഞ്ചായത്തുകളിൽ നിന്നും പാവപ്പെട്ട രോഗികൾ ചികിത്സ തേടി ഇവിടെ എത്തുന്നു. എന്നാൽ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കാൻ അധികൃതർക്ക് സാധിക്കുന്നില്ല. പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് പൊതുജനാഭിപ്രായം. നികേഷ് താവം, ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പുത്തൻ പ്രതീക്ഷകളുമായി വിദ്യാലയത്തിലെത്തുന്ന നവാഗതർക്ക് ഊഷ്മളമായ വരവേൽപ്പൊരുക്കാൻ സ്വാഗതഗാനമൊരുങ്ങി. വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് ഗാനമൊരുക്കുന്നത്. ഒത്തൊരുമയുടെയും സ്നേഹത്തിൻ്റെയും സന്ദേശം നൽകുന്ന വിദ്യാങ്കണം എന്ന പേരിലൊരുക്കിയ ഗാനങ്ങൾ വിദ്യാർത്ഥികൾക്ക് പുത്തൻ അനുഭവമാകും എന്ന പ്രതീക്ഷയിലാണ് അണിയറയിലെ പ്രവർത്തകർ. പുത്തൻ പ്രതീക്ഷകളുമായി വിദ്യാലയത്തിലേക്ക് എത്തുന്ന നവാഗതർക്ക് ഊഷ്മളമായ വരവേൽപ്പേകാൻ സ്വാഗതഗാനം ഒരുങ്ങി. വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് നവാഗതർക്കായുള്ള ഗാനങ്ങൾ ഒരുങ്ങിയത്. പ്രതീക്ഷകളുടെയും ഒത്തൊരുമയുടെയും സ്നേഹത്തിൻ്റെയും സന്ദേശം കുരുന്നുകളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് വിദ്യാങ്കണം എന്ന പേരിൽ ഗാനങ്ങളുടെ CD തയ്യാറാവുന്നത്. പ്രവേശനോത്സവം, പരിസ്ഥിതി ദിനം, ലോക സംഗീത ദിനം, അധ്യാപക ദിനം തുടങ്ങിയ ദിനങ്ങൾ കൂടുതൽ അനുഭവവേദ്യമാക്കാവുന്ന തരത്തിലുള്ള കവിതകൾ കൂടിയാണ് CD-യിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കവിതകളുടെ രചന നിർവഹിച്ചിരിക്കുന്നത് വടകര DEO CI വത്സലയാണ്. സ്കൂളുകളിലേക്ക് പുതിയ പ്രതീക്ഷയോടെ കടന്നു വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്നേഹത്തിൻ്റെ ഒരു അന്തരീക്ഷം ഒരുക്കാനും ഒരുമയുടെ ശക്തി എന്താണെന്ന് ബോധ്യപ്പെടുത്തുവാനും ഒക്കെ ഉള്ള ഒരു വേദിയാണ് വിദ്യാലയം എന്ന് പറയുന്നത്. അപ്പോൾ സംഗീതത്തിലൂടെ കുട്ടികളെ ആകർഷിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. അതിൻ്റെ ഒരു പ്രചോദനമായിട്ടാണ് ഈ കവിത എഴുതിയത്. കവിത ഏതൊരു സാഹിത്യരചനയ്ക്കും സംഗീതത്തിൻ്റെ ഊർജം വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാനാവുള്ളൂ. അപ്പോൾ ആ സംഗീതം പകർന്നു തന്നത് അവിടെ തന്നെ ആ സ്കൂളിലെ തന്നെ സംഗീത അധ്യാപികയായ ശ്രീമതി സുനന്ദ ടീച്ചറാണ്. ഇങ്ങനൊരു കവിത എഴുതിയപ്പോൾ ഇതൊന്ന് ചിട്ടപ്പെടുത്തുന്നതിനും അതിൻ്റെ ഒരു ഓർക്കസ്ട്രേഷനൊക്കെ ചെയ്താൽ വളരെ ഭംഗിയായിരിക്കുമെന്ന് ടീച്ചർ അഭിപ്രായപ്പെട്ടപ്പോഴാണ് ഞങ്ങളിവിടെ പിലാത്ര JJ മ്യൂസിക്സിലെ ജോൺസൺ സാറുമായി ബന്ധപ്പെട്ടത്. ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കുഞ്ഞിമംഗലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംഗീത അധ്യാപികയായ P സുനന്ദയാണ്. ഗാനത്തിൻ്റെ പശ്ചാത്തല സംഗീതം ജോൺസൺ പുഞ്ചക്കാടും കവിതകളുടെ ആഖ്യാനം പ്രസാദ് കരിവള്ളൂരുമാണ് നിർവഹിച്ചിരിക്കുന്നത്. വളരെ മികച്ച രീതിയിൽ ചിട്ടപ്പെടുത്തി ആലപിച്ചിരിക്കുന്ന വിദ്യാങ്കണത്തിലെ ഗാനങ്ങൾ മുഴുവൻ സ്കൂൾ വിദ്യാർത്ഥികൾക്കും പ്രത്യേക അനുഭവമായിരിക്കുമെന്ന് ഉറപ്പാണ്. പുതുമകളേറെയുള്ള അധ്യയന വർഷത്തെ വരവേൽക്കാൻ ചിന്തകൾ പങ്കിട്ട് വിദ്യാഭ്യാസ സെമിനാർ. ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലേപ്പുറം അക്കാദമിക് മികവിനായുള്ള പുതിയ അധ്യയന വർഷത്തെ നവീന പദ്ധതികൾ അധ്യാപകരിലും പൊതുസമൂഹത്തിലും എത്തിക്കുന്നതിനു വേണ്ടിയാണ് സെമിനാർ.
പ്രധാന അധ്യാപകരും അധ്യാപക സംഘടനാ പ്രതിനിധികളും PTA ഭാരവാഹികളും ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും വിവിധ സന്നദ്ധ സംഘടനാ ഭാരവാഹികളും ഒത്തുചേർന്നതായി സെമിനാർ. ചന്തേര GUP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന വിദ്യാഭ്യാസ സെമിനാർ M. രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. ശ്രദ്ധേയവും അതല്ലെങ്കിൽ ആദ്യമായിട്ടായിരിക്കാം പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഇപ്പോൾ പൊതുവെ കേരളത്തിലെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ പരിശോധിച്ചാൽ അതാത് പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ വിവിധ മണ്ഡലങ്ങളിൽ, വിവിധ ജില്ലകളിൽ, വിവിധ സബ് ജില്ലകളിലെല്ലാം വൈവിധ്യമാർന്ന പരിപാടികളും കർമ്മപരിപാടികളും അതിൻ്റെ ആസൂത്രണവും നിർവഹണമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇത്തരം ഒരു പരിപാടി BRC മുൻകൈയെടുത്ത് വർത്തമാനകാല പ്രസക്തമായ വിഷയത്തെ കേന്ദ്രീകരിച്ച് അതും ഈ വിഷയം നേരിട്ട് ബന്ധപ്പെടുന്നവരും ഇതിൻ്റെ നിർവഹണം ഫലപ്രദവും കാര്യക്ഷമമായിട്ട് വിജയപ്രാപ്തിയിൽ എത്തിക്കാൻ ബാധ്യതപ്പെട്ട ഉത്തരവാദപ്പെട്ട പ്രധാന വ്യക്തിത്വങ്ങളെയെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. കണ്ണൂർ ഡയറ്റ് മുൻ പ്രിൻസിപ്പാൾ CM ബാലകൃഷ്ണൻ മോഡറേറ്ററായിരുന്നു. സർവശിക്ഷ അഭിയാൻ മുൻ സംസ്ഥാന പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ PK ജയരാജ് മുഖ്യ അവതരണം നടത്തി. ITH സ്കൂൾ ജില്ലാ കോർഡിനേറ്റർ MP രാജേഷ്, ജൈവവൈവിധ്യ ബോർഡ് കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ VC ബാലകൃഷ്ണൻ, SSA ജില്ലാ പ്രോഗ്രാം ഓഫീസർ PP വേണുഗോപാലൻ, ഡയറ്റ് സീനിയർ ലെക്ചറർ K. രാമചന്ദ്രൻ നായർ, ചെറുവത്തൂർ BPO K. നാരായണൻ എന്നിവർ വിഷയാവതരണം നടത്തി. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV ശ്രീധരൻ ഉപജില്ലാ പ്രധാന അധ്യാപക ഫോറം കൺവീനർ MP രാഘവന് നൽകി BRC തയ്യാറാക്കിയ പ്രവർത്തന കലണ്ടർ പ്രകാശനം ചെയ്തു. കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശകുന്തള, ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV പ്രമീള എന്നിവർ സംസാരിച്ചു. ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ TM സദാനന്ദൻ സ്വാഗതവും BRC ട്രെയിനർ PV ഉണ്ണിരാജൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. മെയ് 30 CITU സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി വിവിധ കമ്മിറ്റികളുടെ പരിപാടികൾ പയ്യന്നൂരിൽ നടന്നു. ചുമട്ടുതൊഴിലാളി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പെരുമ്പ KSRTC പരിസരം ശുചീകരിച്ചു. C. കൃഷ്ണൻ MLA പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. CITUവിന്റെ 47ാം സ്ഥാപക ദിനാഘോഷം പയ്യന്നൂരിൽ വിവിധ യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടന്നു. ചുമട്ടുതൊഴിലാളി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ KSRTC പരിസരം ശുചീകരിച്ചു. C. കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. CITUവിന് രൂപ നൽകിയിട്ടുള്ളത്. CITU രൂപീകരിക്കപ്പെട്ട നാൾ മുതൽ തൊഴിലാളി വർഗത്തിൻ്റെ ഐക്യത്തിന് വേണ്ടിയും മോചനത്തിന് വേണ്ടിയുമുള്ള പോരാട്ടം നാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു ട്രേഡ് യൂണിയൻ സംഘടനകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ലക്ഷ്യവും കാഴ്ചപ്പാടുമാണ് CITUവിനുള്ളത്. CITUവിൻ്റെ ഭരണഘടനയിൽ തന്നെ അക്കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ അധ്യക്ഷനായി. K. രാഘവൻ, മോഹനൻ എന്നിവർ പ്രസംഗിച്ചു. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ റൂറൽ ബാങ്ക് പരിസരത്ത് നടന്ന ആഘോഷ പരിപാടി CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ പതാക ഉയർത്തി. തൊഴിലാളികളെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്. തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിൽ AITUC എന്ന് പറയുന്ന സംഘടന താല്പര്യം കാണിക്കാതിരിക്കുകയും വർഗ സഹകരണം M. സുനിൽകുമാർ അധ്യക്ഷനായി. പയ്യന്നൂർ ഏരിയ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഷേണായി സ്ക്വയറിലെ കിണർ ശുചീകരിച്ചു. PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കയർ തൊഴിലാളി യൂണിയൻ കയർ സൊസൈറ്റിയിൽ സ്ഥാപക ദിനാഘോഷം നടന്നു. K. രാഘവൻ, OP ഭാസ്കരൻ, പ്രസന്ന എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് വെള്ളൂർ ഗവൺമെന്റ് LP സ്കൂൾ മാതൃക. ഈ വർഷം സ്കൂളിൽ 1ാം ക്ലാസ് പ്രവേശനം നേടിയവരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധന. 110 പേരാണ് ഇതിനകം പ്രവേശനം നേടിയത്. സർക്കാർ സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നുവെന്ന പതിവ് പല്ലവി ഇവർ തിരുത്തിയിരിക്കുന്നു. വെള്ളൂർ ഗവൺമെന്റ് LP സ്കൂളിൽ ഇത്തവണ പ്രവേശനം നേടിയ കുട്ടികളുടെ എണ്ണം 110. ആകെയുള്ള 4 ഡിവിഷനുകൾ നിറഞ്ഞു. ഇനി കുട്ടികളെ പ്രവേശിപ്പിക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ് പ്രധാനാധ്യാപികയായ MS സുവർണ പറയുന്നത്. സ്കൂളിൽ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ ഉള്ള എല്ലാ കുട്ടികളെയും നമ്മുടെ വെള്ളൂർ LP സ്കൂളിൽ തന്നെ എത്തിക്കണം എന്നുള്ളൊരു PTAൻ്റെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അൺഎയ്ഡഡ് മേഖലകളിലൊക്കെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയിട്ടും
മറ്റ് എന്തൊക്കെയോ കണ്ടിട്ട് ഓടിപ്പോകുന്ന കുട്ടികളുണ്ടായിരുന്നു, രക്ഷിതാക്കളും. അവരെ പരമാവധി നമ്മുടെ സ്കൂളിൽ തന്നെ എത്തിക്കുക, നമ്മുടെ നാട്ടിലെ സ്കൂളിൽ തന്നെ എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം PTA മനസ്സിലുണ്ടായത് കൊണ്ട് തന്നെ പരമാവധി അങ്ങനെയുള്ള രക്ഷിതാക്കളെ ക്യാൻവാസ് ചെയ്ത് കുട്ടികളെ എത്തിക്കുകയും പിന്നെ അവരിലൂടെ അറിഞ്ഞ് ധാരാളം കുട്ടികൾ വരുന്നുണ്ട്. ഇപ്പോൾ 4 ക്ലാസ്സും 4 അധ്യാപകരും ഉണ്ടായിരുന്ന ഒരു 10 കൊല്ലക്കാലത്തോളം ഉണ്ടായിരുന്ന ഒരു സ്കൂള് ഇപ്പോൾ 13 ഡിവിഷനിലേക്ക് വളർന്നു. 13 ഡിവിഷനിലെന്ന് പറയുമ്പോൾ ഏകദേശം 375-400 കുട്ടികൾ 1 മുതൽ 4 വരെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നുണ്ട്. ഈ വർഷം 1ാം ക്ലാസ്സിലേക്ക് ചേർന്ന കുട്ടികൾ 110 കുട്ടികൾ 1ാം ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ വർഷം തോറും നമുക്ക് പയ്യന്നൂർ നഗരസഭ ചെയ്തു തരുന്ന ഭൗതിക സൗകര്യങ്ങളിലുള്ള കൂടുതൽ നഗരസഭയുടെ ആദ്യത്തെ മോഡൽ സ്കൂളാണ് വെള്ളൂർ ഗവൺമെൻറ് LP സ്കൂള്. 375 വിദ്യാർത്ഥികളാണ് LP വിഭാഗത്തിൽ, 100 കുട്ടികൾ പ്രീ പ്രൈമറിയിലും. 8 ക്ലാസ് മുറികൾ അപര്യാപ്തമായതിനാൽ ഇത്തവണ സ്കൂൾ ഹാൾ കൂടി ഉപയോഗിക്കേണ്ടി വരുമെന്നാണ് ഇവർ പറയുന്നത്. സർക്കാർ വിദ്യാലയത്തിൽ നിന്ന് കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നുവെന്ന പതിവ് പല്ലവി ഇവിടെ തിരുത്തുകയാണ്. 1903 സ്ഥാപിതമായ വെള്ളൂർ ഗവൺമെൻറ് LP സ്കൂൾ നാടിൻ്റെ അക്ഷരവിളക്കാണ്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ കൂണുപോലെ വളർന്നപ്പോഴും പഠന നിലവാരത്തിലും ഭൗതിക സാഹചര്യത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്കൂളിന് പിന്തിരിയേണ്ടി വന്നിട്ടില്ല. ഓരോ വർഷവും പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വർധനയുണ്ടായി. പയ്യന്നൂർ നഗരസഭയിലെ ആദ്യ മാതൃകാ സ്കൂളും കൂടിയാണിത്. ക്ലാസ് മുറികളിലെല്ലാം ശിശു സൗഹൃദ ഇരിപ്പിടങ്ങൾ, ഓൺലൈൻ ക്ലാസ് മുറികൾ, ആധുനിക കമ്പ്യൂട്ടർ ലാബ്, കുട്ടികളുടെ പാർക്ക് എന്നിവയെല്ലാം ഉണ്ട്. ഈ വർഷം നമ്മൾ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായി ഗവൺമെൻറ് തലത്തിൽ ഒരുപാട് പദ്ധതികൾ വന്നിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയെന്നോണം നമ്മുടെ സ്കൂളുകളിൽ അഡ്മിഷൻ വളരെയധികം, പൊതുവിദ്യാലയങ്ങളിൽ അഡ്മിഷൻ വളരെയധികം കൂടിയിട്ടുണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ തന്നെ അൺഎയ്ഡഡ് മേഖലയിൽ നിന്ന് ഒരുപാട് 10-40ഓളം കുട്ടികൾ നമ്മൾ പൊതുവിദ്യാഭ്യാസ സ്കൂളിലേക്ക്, നമ്മുടെ സ്കൂളിലേക്ക് വന്ന് ചേർന്നിട്ടുണ്ട്. മൊത്തത്തിൽ അഡ്മിഷൻ തന്നെ വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 166 കുട്ടികളാണ് നമ്മുടെ സ്കൂളിൽ 5 മുതൽ 9 വരെ ക്ലാസ്സുകളിൽ അഡ്മിഷൻ വാങ്ങിച്ചിരുന്നത്. ഈ വർഷത്ത് ഇപ്പോൾ തന്നെ 199 കുട്ടികളായി മാറിയിട്ടുണ്ട്. സി കൃഷ്ണൻ MLAയുടെ ഫണ്ടിൽ നിന്നും ബസ് കൂടി അനുവദിച്ചപ്പോൾ നിലവാരം വീണ്ടും ഉയർന്നു. ഇതോടെ 2, 3, 4 ക്ലാസുകളിലേക്കും അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിന്ന് കുട്ടികളെത്താൻ തുടങ്ങിയിരിക്കുകയാണ്. ചാമക്കാവിന് സമീപം പ്രവർത്തിക്കുന്ന സ്കൂൾ പരിസ്ഥിതി സൗഹൃദവുമാണ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. തൊണ്ണൂറാമത്തെ വയസ്സിലും പാടത്തും പറമ്പിലും വീട്ടിലും സജീവമാണ് മരത്തക്കാട്ടെ ചെമ്മരത്തി. 90ലും 19ന്റെ ചെറുപ്പത്തോടെ ചെമ്മരത്തി ജോലികളിൽ ഏർപ്പെടുകയാണ്. കരിവള്ളൂർ ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട്. ചെമ്മരത്തിയമ്മയുടെ പ്രായം ശരീരത്തിലെ ചുളിവുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. ഇന്നും 19ന്റെ ചുറുചുറുക്കോടെ ചെമ്മരത്തിയമ്മ ചെയ്യാത്ത ജോലികളില്ല. പാടത്ത് ഞാറു നടാനും പറമ്പിൽ ചേമ്പും ചേനയും വിളയിക്കാനുമെല്ലാം ചെമ്മരത്തിയമ്മ ഓടി നടക്കുകയാണ്. നേരം വെളുത്താൽ ജോലിയെടുക്കലല്ലാതെ വിശ്രമിക്കുന്ന സ്വഭാവം ഈ മുത്തശ്ശിക്കില്ല. ഈ പ്രായത്തിലും തൊഴിലുറപ്പിനും അല്ലാതെയുമുള്ള ജോലിക്ക് പോകും. പ്രായം ചെമ്മരത്തിയമ്മയെ തളർത്തിയിട്ടേയില്ല. തന്റെ 11ാമത്തെ വയസ്സിൽ പാടത്തും പറമ്പിലേക്കും ഇറങ്ങിയതാണ് ഈ മുത്തശ്ശി. ഇളയ മകൻ വിശ്വംഭരന് 6 വയസ്സുള്ളപ്പോൾ ഭർത്താവ് ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ടു. പിന്നീട് 3 മക്കളെയും അല്ലലറിയിക്കാതെയാണ് ഇവർ വളർത്തിയത്. അത് പുറംജോലിക്ക് പോയി കഷ്ടപ്പെട്ടിട്ടാണു താനും. വീട്ടിൽ ആരെങ്കിലും എത്തിയാൽ ഇവർ തന്നെ ചായ വെക്കും. വീട്ടുജോലികളിൽ മറ്റുള്ളവരെ സഹായിക്കാൻ ചെമ്മരത്തിയമ്മ മുന്നിൽ തന്നെയുണ്ട്. പശുവിനെ കുളിപ്പിക്കും, ചാണകം വാരും. ഇങ്ങനെ ഇവർ ചെയ്യാത്ത ജോലികളേയില്ല. എന്തെങ്കിലും അസുഖം വന്ന് ആശുപത്രിയിൽ പോയതായി ഓർക്കുന്നേയില്ലെന്നാണ് ഈ മുത്തശ്ശി പറയുന്നത്. പഴയ തലമുറയിൽപ്പെട്ട ആളായതുകൊണ്ടും ചെറുപ്പത്തിൽ തന്നെ പണിക്കിറങ്ങേണ്ടി വന്നതുകൊണ്ടും എഴുതാനും വായിക്കാനും അറിയില്ല എന്നൊരു കുറവ് മാത്രമേയുള്ളൂ ഈ മുത്തശ്ശിക്ക്. തനിക്ക് ആകുന്ന കാലത്തോളം ജോലി എടുക്കുക തന്നെ ചെയ്യുമെന്നാണ് ഇവർ പറയുന്നത്. ഇതും പറഞ്ഞ് ചുളിവ് വീണ കൈകളിൽ മൺവെട്ടിയുമെടുത്ത് ചെമ്മരത്തിയമ്മ പറമ്പിലേക്ക് ഇറങ്ങിപ്പോയി. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ.
പരിസ്ഥിതി ദിനം ആഘോഷമാക്കാൻ ഒരുങ്ങി കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത്. പരിസ്ഥിതി ദിനത്തിൽ പൊതുവിടങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്നതിനായി വൃക്ഷത്തൈകളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുകയാണ് പഞ്ചായത്ത്. ഹരിത കേരളം നഴ്സറി മുഖേനയാണ് വൃക്ഷത്തൈകൾ തയ്യാറാക്കിയത്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയും സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റും സംയുക്തമായി നടപ്പാക്കിയതാണ് ഹരിത കേരളം നഴ്സറി. ഹരിത കേരളം നഴ്സറി മുഖേനയാണ് പരിസ്ഥിതി ദിനത്തിൽ നട്ടുപിടിപ്പിക്കാനായി വൃക്ഷത്തൈകളുടെ വിപുലമായ ശേഖരം തയ്യാറാക്കിയിരിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1142 തൊഴിൽ ദിനങ്ങളിലായാണ് വൃക്ഷത്തൈകൾ തയ്യാറാക്കിയത്. 5 ലക്ഷത്തോളം രൂപ ചെലവിലാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത്. 50,000 വൃക്ഷത്തൈകൾ ഉൾക്കൊള്ളുന്ന നഴ്സറിയിൽ 45,000-ഓളം വൃക്ഷത്തൈകളാണ് തയ്യാറായിരിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ.പി. ബാലകൃഷ്ണൻ പറഞ്ഞു. 4,40,000 രൂപ അടങ്കൽ വെച്ചുകൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നാം ഏറ്റെടുത്ത് നടത്തിയത്. 1,47,000 രൂപ ഇതിൻ്റെ മെറ്റീരിയൽ വാങ്ങിക്കുന്നതിന് വേണ്ടി നമ്മൾ വിനിയോഗിച്ചിട്ടുണ്ട്. വളരെ ശാസ്ത്രീയമായി മണ്ണ് അരിച്ച് ചാണകവളം അത് പൊടി ഉപയോഗിച്ചുകൊണ്ട് വളരെ ജൈവ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഈ ചെടികൾ നിർമ്മിച്ചിട്ടുള്ളത്. തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിലെ കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് അടക്കമുള്ള 9 പഞ്ചായത്തുകളിൽ ഈ ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായിട്ട് വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ തികച്ചും സൗജന്യമായി ഈ വൃക്ഷത്തൈകൾ ഇവിടുന്ന് വിതരണം ചെയ്യും. മന്ദാരം, ലക്ഷ്മി തരു, ചന്ദനം, കൂവളം, സീതാപ്പഴം, കരിങ്ങാലി, ഊങ്ങ്, കണിക്കൊന്ന, പേരക്ക, നെല്ലി, ഉറുമാമ്പഴം തുടങ്ങിയ വൃക്ഷത്തൈകളാണ് നഴ്സറിയിൽ ഒരുക്കിയിരിക്കുന്നത്. 3,500 വൃക്ഷത്തൈകൾ 9 ഗ്രാമപഞ്ചായത്തുകളിൽ വിതരണം ചെയ്യാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. കൂടാതെ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ വീടുകൾ, അമ്പലങ്ങൾ, പള്ളികൾ, പൊതുസ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിനും തീരുമാനമായിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മിനി പാർക്ക് കണ്ണപുരം ഉന്നത വിജയികൾക്ക് അനുമോദനം സംഘടിപ്പിച്ചു. ചെറുകുന്ന് ബോർഡ് സ്കൂളിൽ നടന്ന പരിപാടി സിനിമ നാടക നടൻ സന്തോഷ് കീഴാറ്റൂർ ഉദ്ഘാടനം ചെയ്തു. കാരണം നമ്മുടെ നാട് അങ്ങനെയാണ്. ആദ്യം പരിചയപ്പെട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഇന്ന ജോലി. അടുത്ത ചോദ്യം, എത്ര കിട്ടും, എന്ത് കിട്ടും, ഇതിനൊക്കെ പോയിട്ട് വലിയ കാര്യമുണ്ടോ? അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത്, എല്ലാവരും ചെയ്യുന്നത് ഇവിടെ എന്തിനാണ് മിനി പാർക്ക് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് രൂപീകരിച്ചുകൊണ്ട് എത്രയോ ഇന്നത്തെ ദിവസം എല്ലാവർക്കും വലിയ തിരക്കുള്ളവരാണ്. എല്ലാ വർഷവും കുട്ടികളെ ഇങ്ങനെ അനുമോദിക്കുകയും പല നാടിനു വേണ്ടി പല പരിപാടികളും ആസൂത്രണം ചെയ്യുന്നത്. ഇതിൻ്റെ സംഘാടകരൊക്കെ എന്ത് കിട്ടും, എത്ര കിട്ടും എന്ന് കരുതിയിട്ടാണോ? എനിക്കൊന്ന് അവരുടെ പോക്കറ്റിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുമെന്നല്ലാതെ എത്ര കിട്ടും, എന്ത് കിട്ടും എന്നുള്ളതല്ല. ഇന്ന് ഞാൻ കേൾക്കുന്നത് ആരായാലും എന്ത് കിട്ടും, എത്ര കിട്ടും. നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത് പോലും എത്ര കിട്ടും, എന്ത് കിട്ടും. ഞാൻ 50 ലക്ഷം എൻ്റെ മകൾക്ക് വേണ്ടി എഞ്ചിനീയർ ആവാനും ഡോക്ടർ ആവാനും ചെലവിട്ട് കഴിഞ്ഞാൽ 5 വർഷം പഠിച്ചു കഴിഞ്ഞ് 7ാമത്തെ വർഷം 8ാമത്തെ വർഷമാകുമ്പോഴേക്കും എനിക്ക് 1 കോടി കിട്ടും എന്നുള്ളതാണ്. മിനി പാർക്ക് കണ്ണപുരം സംഘടിപ്പിച്ച SSLC+2 അനുമോദന യോഗം പ്രശസ്ത സിനിമാ താരം സന്തോഷ് കീഴാറ്റൂർ ഉദ്ഘാടനം ചെയ്തു. പ്രദീപൻ തൂണോളി അധ്യക്ഷത വഹിച്ചു. KV രാമകൃഷ്ണൻ, VS അനിൽകുമാർ, K ജനാർദ്ദനൻ, ഡോക്ടർ KV പവിത്രൻ, K വിനോദ് കുമാർ, ഗംഗാധരൻ MP തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കീരിയെ കരുതിയിരിക്കുക. അടുത്ത കാലത്തായി കീരിക്കും ശൗര്യം കൂടിയിരിക്കുകയാണ്. കീരിയുടെ കടിയേറ്റ് തൃക്കരിപ്പൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി പേർ ചികിത്സ തേടുകയാണ്. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ ഒളവറ, കരോളം, ഉടുമ്പുതല ഭാഗങ്ങളിൽ കീരിയുടെ കടിയേറ്റ് നിരവധി പേർ ചികിത്സ തേടുകയാണ്. കഴിഞ്ഞ ദിവസം കിടപ്പുമുറിയിൽ കയറി പിഞ്ചുകുഞ്ഞിനെ കടിച്ചു കീറിയ സംഭവം കരോളത്തുണ്ടായി. മേനോക്കിലെ നിർമ്മാണ തൊഴിലാളി സതീശൻ സൗദ ദമ്പതിമാരുടെ മകൻ 6 വയസ്സുകാരൻ സായൂജനാണ് കീരിയുടെ കടിയേറ്റത്. സായൂജിൻ്റെ കൈപ്പത്തിക്ക് 10 തുന്നലുകൾ ഇടേണ്ടിയും വന്നു. കീരി വില്ലനായതോടെ ജനങ്ങൾ ഭയപ്പാടോടെയാണ് കഴിയുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഈസ്റ്റളേരി പഞ്ചായത്തിലെ കടുമേനി വെണ്യക്കര അരിമ്പ റോഡിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഫിലോമിന ജോണി അക്കാട് നിർവഹിച്ചു. ഈ റോഡ് പൂർത്തിയാകുന്നതോടെ കടുമേനിയിലേക്ക് വേഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കും.
ഈസ്റ്റളേരി പഞ്ചായത്തിലെ കടുമേനി വെണ്ണേക്കര അരിമ്പ റോഡിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫിലോമിന ജോണി ആക്കാട്ട് നിർവഹിച്ചു. നിങ്ങളുടെ ഈ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. നമുക്കറിയാം, വേൾഡ് ബാങ്കിന്റെ പണം ഉപയോഗിച്ച് ചെയ്ത 3ാമത്തെ റോഡിന്റെ ഉദ്ഘാടനം ഇവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ കഴിഞ്ഞ പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ ഇച്ഛാശക്തിയുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള കാഴ്ചപ്പാടിന്റെ ഒരു ഫലമായത് എന്ന് ഉറപ്പായിട്ടും എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും. വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ അധ്യക്ഷത വഹിച്ചു. നബാർഡിന്റെ അധിക ഫണ്ടിൽ നിന്ന് അനുവദിച്ച 51.2 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് 1.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റോഡ് പൂർത്തിയാക്കിയത്. ഇതോടെ കടുമേനി ഭാഗത്തുള്ളവർക്ക് ചെറുപുഴ ടൗണിലെത്താനുള്ള ഏറ്റവും എളുപ്പവഴിയായി ഈ റോഡ്. ടോമി പുതുപ്പള്ളി, തോമസ് മാത്യു, ബേബി കുന്നൽ, ജെസി ടോം, തങ്കച്ചൻ വാരിക്കാട്ട്, ടി വി കുഞ്ഞപ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ പടുകൂറ്റൻ താന്നിമരം അനുമതിയില്ലാതെ മുറിച്ചു നീക്കിയതായി പരാതി. പൊതുജനങ്ങൾക്ക് യാതൊരു അപകട ഭീഷണിയുമില്ലാതെ സ്ഥലത്തെ മരമാണ് കഴിഞ്ഞ ദിവസം മുറിച്ചു മാറ്റിയത്. മെഡിക്കൽ കോളേജ് പ്രധാന കെട്ടിടത്തിൽ നിന്ന് ഏറെ മാറി പഴയ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്ന കെട്ടിടത്തിന് സമീപത്തായിരുന്നു മരം. സർക്കാർ ഭൂമിയിലെ ഏതു മരം മുറിക്കുന്നതിനും ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി പരിശോധിച്ച് അനുമതി നൽകേണ്ടതുണ്ട് എന്നിരിക്കെ യാതൊരുവിധ അനുമതിയും തേടാതെയാണ് കൂറ്റൻ മരം മുറിച്ചതെന്നാരോപിച്ച് പരിസ്ഥിതി സംഘടനയായ മലബാർ അസോസിയേഷൻ ഫോർ നേച്ചർമാൻ വനംവകുപ്പ് അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട്. സ്വകാര്യ വ്യക്തിക്ക് നൽകുന്നതിനാണ് മരം മുറിച്ചതെന്ന് ആരോപണം ഉണ്ടെങ്കിലും സംഭവം വിവാദമായതിനെ തുടർന്ന് മുറിച്ച സ്ഥലത്തുനിന്ന് മരം മാറ്റിയിട്ടില്ല. 1 ലക്ഷത്തിലേറെ രൂപ വിലമതിക്കുന്ന വർഷങ്ങൾ പഴക്കമുള്ള മരം മുറിച്ചു മാറ്റിയതിനു പിറകിലെ ദുരൂഹത അന്വേഷിക്കണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പിലാത്ര. കൂലേരി ഗവൺമെന്റ് LP സ്കൂൾ വിദ്യാലയ വികസന സെമിനാർ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. എം രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. 1 നൂറ്റാണ്ടിലേറെ കാലമായി തൃക്കരിപ്പൂരിന്റെ പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന കൂലേരി ഗവൺമെന്റ് LP സ്കൂൾ പാഠ്യേതര രംഗങ്ങളിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ ഓൾ ഇന്ത്യ ടാലന്റ് കണ്ടസ്റ്റന്റ് പരീക്ഷയിലും LSS പരീക്ഷയിലും വിദ്യാർത്ഥികൾ മികച്ച വിജയം കരസ്ഥമാക്കിയിരുന്നു. സ്മാർട്ട് ക്ലാസ് മുറികളും മെച്ചപ്പെട്ട ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ലൈബ്രറി, ലാബ്, ഫർണിച്ചർ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് കൂലേരി ഗവൺമെന്റ് LP സ്കൂൾ വരും തലമുറയ്ക്ക് വേണ്ടി ഒരു മാതൃകാ വിദ്യാലയമാക്കി മാറ്റുന്നതിനായാണ് രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തകരും ഉൾപ്പെടെ വിപുലമായ സദസ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിദ്യാലയ വികസന സെമിനാർ സംഘടിപ്പിച്ചത്. സെമിനാറിന്റെ ഉദ്ഘാടനം തൃക്കരിപ്പൂർ MLA എം രാജഗോപാലൻ നിർവഹിച്ചു. എല്ലാവരും കൂടി സംഘടിച്ച് സ്കൂളിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അപ്പോൾ അതിൻ്റെ നല്ല ശുഭകരമായ സൂചനകളാണ് ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ വർദ്ധിത പങ്കാളിത്തം, അതുപോലെ നമ്മുടെ യോഗങ്ങളൊക്കെ വിളിച്ചാൽ നിങ്ങളുടെ എല്ലാം ഒരു സന്നദ്ധതയും പങ്കാളിത്തവും, ഈ സ്കൂളിൻ്റെ പുരോഗതിയെ മുൻനിർത്തിയുള്ള ചർച്ചകളെല്ലാം വളരെ ഗുണപരമായ ചർച്ചകളാണ് നടക്കുന്നത്. ഇത് തന്നെയാണ് എല്ലാവരുടെ സ്ഥിതി. അപ്പോൾ പൊതുവെ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP ഫൗസിയ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചെറുവത്തൂർ BPO K നാരായണൻ പദ്ധതി വിശദീകരിച്ച് സംസാരിച്ചു. പ്രധാനാധ്യാപകൻ MP രാഘവൻ വികസനരേഖ അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K റീത്ത, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AG സെറീന, TV സുനിൽകുമാർ, K ജിഷ, ലൈല T, VM ബാബുരാജൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. MBR സ്മൃതി ചാരിറ്റബിൾ ട്രസ്റ്റ് പഴയങ്ങാടിയിൽ അനുമോദന യോഗം സംഘടിപ്പിച്ചു. TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസപരമായിട്ടുള്ള അവരുടെ മുന്നേറ്റം, ഉന്നത വിദ്യാഭ്യാസവുമായി വികസനം വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ലോകത്തിലെ ഓരോ രാജ്യങ്ങളെയും അനുഭവങ്ങൾ തെളിയിക്കും. ഇപ്പോൾ വികസന രാജ്യങ്ങൾ എന്ന് പറയുന്ന രാജ്യങ്ങളിലൊക്കെ ഈ 18നും 13നും ഇടയിലുള്ള ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക്, ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ആ നിശ്ചിത പ്രായപരിധിയിലുള്ള ആളുകൾ എടുത്തു നോക്കിയാൽ 60, 70, 80% ആളുകൾ ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നവരാണ്. പക്ഷെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് 12% മാത്രമാണ്. MVR സ്മൃതി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ മാടായി ഗ്രാമപഞ്ചായത്തിലെ മാടായി ഗവൺമെന്റ് ബോയ്സ്, ഗേൾസ്, പുതിയങ്ങാടി ജമാഅത്ത് ഹൈസ്കൂളിലെയും SSLC+2 മുഴുവൻ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിച്ചു. പഴയങ്ങാടി വ്യാപാരി ഭവനിൽ നടന്ന പരിപാടിയിൽ TV രാജേഷ് MLA ഉപഹാര സമർപ്പണം നടത്തി. ചടങ്ങിൽ സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ യുവ പ്രതിഭാ പുരസ്കാരം നേടിയ ശില്പി ഉണ്ണിക്കാനായിയെ അനുമോദിച്ചു. ഗൃഹനാഥനെ വീട്ടിൽ കയറി അപായപ്പെടുത്താൻ ശ്രമിച്ചതായി പരാതി. ചെറുപുഴ തയ്യേനിയിലെ തോമസ് ബെഞ്ചമിനെയാണ് ഒരു സംഘം വീട്ടിൽ കയറി ആക്രമിച്ചത്. ചെറുപുഴ പോലീസ് പരാതി നൽകി.
കഴിഞ്ഞ ദിവസം രാത്രി 8:30ഓടെയാണ് ഒരു സംഘം വീട്ടിൽ കയറി ബെഞ്ചമിനെ ആക്രമിച്ചതത്രേ. വീട്ടിൽ ഭാര്യയില്ലാത്തതിനാൽ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ച് വീട്ടിലെത്തി വിശ്രമിക്കുമ്പോൾ ഒരു സംഘം പിന്നിലൂടെ കയർ കഴുത്തിലിട്ട് അപായപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു അത്രേ. പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് ചെറുപുഴ പോലീസ് സ്ഥലത്തെത്തി ബെഞ്ചമിനെ ആദ്യം ചെറുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. വൈഫ് വീട്ടിൽ പോയിരിക്കുകയായിരുന്നു, ഞാൻ തന്നെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ രാത്രി പോയി ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് വന്ന് സിറ്റ് ഔട്ടിലിരിക്കുകയായിരുന്നു. അപ്പം എൻ്റെ പുറകിൽ നിന്ന് എന്തോ ഇട്ട് ആരും എന്നെ പിടിച്ച് വലിച്ച് മുറുക്കി. ഞാൻ കയറങ്ങനെ എന്താണ് ഞാനിങ്ങനെ പിടിക്കാൻ വേണ്ടി നോക്കി, പക്ഷെ നടന്നില്ല. അപ്പോഴത്തേക്കും നല്ലോണം ടൈറ്റ് ചെയ്തു. പിന്നെ എന്നിട്ട് എന്നെ ബാക്കോട്ട് വലിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. അവിടെ ഒരു ബെഞ്ചുണ്ടല്ലോ, ബെഞ്ചെല്ലാം ഞാൻ കയറി പിടിച്ച് നോക്കി. അത് കഴിഞ്ഞ് പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഓർമ്മ കിട്ടുമ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ജ്യേഷ്ഠനെ ഫോൺ വിളിച്ചു. ഞാൻ മരിച്ചെന്നും കണ്ട് ഓർത്തവരിട്ടിട്ട് പോകാൻ തോന്നുന്നു. അത് കഴിഞ്ഞ് ജ്യേഷ്ഠനെ ഫോൺ വിളിച്ചു. പിന്നെ ചെറുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയുമ്പോൾ പോലീസുകാരാണ് പെട്ടെന്ന് വന്ന് എന്നെ വണ്ടിയാക്കി ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ നിന്നാണ് എന്നെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് വിടുന്നത്. അപ്പോൾ ഒരു ചോദ്യം മാത്രം, എനിക്ക് ആളൊന്നും ഞാൻ കണ്ടില്ല, ഇരുട്ടായിരുന്നു, സിറ്റൗട്ടിലൊന്നും വെട്ടമില്ലായിരുന്നു. ഒരു ചോദ്യം മാത്രം ഞാൻ കേട്ടു. കണ്ണൂരിൽ നിന്ന് ഇവിടെ വന്ന് താമസിച്ച് ഞങ്ങൾ കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചു. അത് ആ ഒരു സൗണ്ട് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. ആളെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ആളുമാറി ആക്രമിച്ചതാണോ എന്ന് സംശയമുള്ളതായി ബെഞ്ചമിൻ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പീലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പും സ്കൂളിന് 100% വിജയം നേടിക്കൊടുത്ത ഉന്നത വിജയ ശതമാനം കൈവരിച്ച വിദ്യാർത്ഥികൾക്കും ഗൂഗിൾ വെബ്സൈറ്റിന് പറ്റിയ തെറ്റു കണ്ടെത്തിയ ശ്രീനാഥ് രഘുനാഥിനുമുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. എം രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. ദീർഘകാലത്തെ സുസ്ഥിർഹമായ സേവനത്തിനു ശേഷം പിലിക്കോട് സി കൃഷ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിക്കുന്ന പ്രധാനാധ്യാപകൻ KP രാജശേഖരൻ മാസ്റ്റർക്കും ഹൈസ്കൂൾ വിഭാഗം അധ്യാപിക K രാധ ടീച്ചർക്കും സ്കൂൾ PTA കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. എം രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം ഇത്തവണ ഏറെ സവിശേഷത ഉള്ളത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 1200 മാർക്കും കരസ്ഥമാക്കിക്കൊണ്ട് ശരണ്യയും സായ എസ് ബാബുവും ജതിൻ ദാസും ഈ സ്കൂളിൻ്റെ സർവോപരി നാടിൻ്റെ അഭിമാനമായി മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അവർ നേടിയെടുത്ത ഈ വിജയം സ്കൂളിൻ്റെ വിജയത്തിന് കൂടുതൽ തിളക്കമേകുകയാണ്. അതുപോലെ ഹൈസ്കൂൾ വിഭാഗത്തിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ഉജ്ജ്വലമായ വിജയം കരസ്ഥമാക്കിയിട്ടുള്ള വിദ്യാർത്ഥികൾ വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ഉപഹാരം MLA എം രാജഗോപാലൻ സമ്മാനിച്ചു. ഗൂഗിൾ വെബ്സൈറ്റിന് പറ്റിയ തെറ്റ് ചൂണ്ടിക്കാണിച്ച് മലയാളികൾക്ക് അഭിമാനമായി ഹാൾ ഓഫ് ഫെയിമിൽ ഇടം പിടിച്ച സ്കൂളിലെ +2 വിദ്യാർത്ഥി ശ്രീനാഥ് രഘുനാഥിനെയും ചടങ്ങിൽ വെച്ച് MLA ഉപഹാരം നൽകി അനുമോദിച്ചു. തുടർന്ന് സ്കൂളിന് 100% വിജയം നേടിക്കൊടുത്ത സയൻസ് വിഭാഗത്തിൽ 1200-ൽ 1200 മാർക്കും വാങ്ങിയ ശരണ്യ KV, സായ എസ് ബാബു, ജതിൻ ദാസ് MM എന്നിവരെയും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഫുൾ A+ നേടിയ ദിൽന, ഷെറിൻ തോമസ്, ആതിര, സ്വാതിനന്ദ തുടങ്ങിയവരെയും ഹൈസ്കൂൾ വിഭാഗത്തിൽ മുഴുവൻ A+ നേടിയ വിദ്യാർത്ഥികളെയും പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് TV ശ്രീധരൻ ഉപഹാരം നൽകി അനുമോദിച്ചു. PTA പ്രസിഡന്റ് T മോഹനൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ PC ചന്ദ്രമോഹനൻ, A കൃഷ്ണൻ, T ഓമന, VP രാജീവൻ, രാജൻ തായമ്പത്ത്, സിന്ധു എരവിൽ, MK ബാബുരാജ്, CM വത്സലക്കുട്ടി, കൃഷ്ണേന്ദു, TK രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ചെങ്ങൽ പുതിയ ഭഗവതി ക്ഷേത്രം സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവന്ന ജൈവ നേന്ത്രവാഴ കൃഷി വിളവെടുപ്പ് ക്ഷേത്രത്തിൽ നടന്നു. PP റീത്ത ഉദ്ഘാടനം ചെയ്തു. ഭഗവതി ക്ഷേത്രത്തിൻ്റെ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ഇവിടെ ആഗസ്റ്റ് മാസത്തിൽ ജൈവ പച്ചക്കറി കൃഷി ആരംഭിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ വിളവെടുപ്പ് നേന്ത്രവാഴക്കുല വിളവെടുപ്പ് എടുത്തത്. നമ്മുടെ ഏഴോം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ് ഈ ജൈവ പച്ചക്കറി വാഴകൃഷി നടാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വരുമെന്നും പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന് അസൗകര്യമുള്ളതിനാൽ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. അപ്പോൾ ഇനിയും നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇനിയും വിവിധ പച്ചക്കറികളായാലും അതുപോലെ തന്നെ ഔഷധ സസ്യങ്ങൾ നടലും ഒക്കെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചെങ്ങൽ പുതിയ ഭഗവതി ക്ഷേത്രം സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ 50ഓളം വാഴകളാണ് കൃഷി ചെയ്തത്. ഏഴോം കൃഷിഭവന്റെ നിർദ്ദേശപ്രകാരമാണ് കൃഷി നടത്തിയത്. മികച്ച രീതിയിലുള്ള വിളവ് ലഭിച്ചു. ക്ഷേത്രത്തിൽ നടന്ന വിളവെടുപ്പ് മഹോത്സവത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് KT മനോഹരൻ അധ്യക്ഷത വഹിച്ചു.
പി മനോഹരൻ, രാജിഷ രാമദാസ്, രാമകൃഷ്ണൻ മാവിലവീട്, പനക്കട കുഞ്ഞപ്പ, ഉണ്ണിപ്രവൻ ഗോവിന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. CITU പയ്യന്നൂർ നഗരസഭാതല ട്രേഡ് യൂണിയൻ ക്ലാസ് CITU ഹാളിൽ നടന്നു. സി കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. അവരെ ഭിന്നിപ്പിക്കണം, വിവിധ ചേരികളിലായിട്ട് നിർത്തണം. ഇത് മുതലാളിത്തത്തിന്റെ ആശയമാണ്. അപ്പോൾ നമ്മുടെ സമരത്തിന് ശക്തി കൂടുന്നില്ല, നമ്മുടെ ശക്തി പ്രയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് വിലപിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ വന്നു ചേരുന്നത് എന്ന കാര്യം നമ്മൾ പരിശോധിച്ച് KK കൃഷ്ണൻ അധ്യക്ഷനായി. PV കുഞ്ഞപ്പൻ, K രാഘവൻ, OP ഭാസ്കരൻ, UV രാമചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. സർവ്വദേശീയ ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കരിവള്ളൂർ നോർത്ത് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അംഗൻവാടി കുട്ടികൾക്കും അമ്മമാർക്കും വിവിധ കലാകായിക മത്സരങ്ങളും SSLC +2 ഉന്നത വിജയികൾക്ക് അനുമോദനവും നൽകി. കരിവള്ളൂർ രക്തസാക്ഷി നഗറിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജനാധിപത്യ രാജ്യമായ ഇന്ത്യക്കാലത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. പക്ഷെ നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ ഈ രാജ്യം ഭരിക്കുന്ന BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് എടുത്തിട്ടുള്ള നിലപാടെന്ന് പറയുന്നത് അന്തർദേശീയ ശിശുദിനത്തിന്റെ ഭാഗമായി അംഗൻവാടി കുട്ടികൾക്കും അമ്മമാർക്കുമുള്ള വിവിധ കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. കൗമാരപ്രായക്കാർക്കുള്ള ബോധവൽക്കരണ ക്ലാസും നടന്നു. മെയ് ദിനത്തോടനുബന്ധിച്ച് നടത്തിയ കായിക മത്സരത്തിൽ ജില്ലയിൽ 1ാം സ്ഥാനം നേടിയ TV തസിയയെയും അനുമോദിച്ചു. പരിപാടി AIDWA ജില്ലാ വൈസ് പ്രസിഡന്റ് KP ജ്യോതി ഉദ്ഘാടനം ചെയ്തു. ICDS സൂപ്പർവൈസർ KK ലീന ബോധവൽക്കരണ ക്ലാസ് എടുത്തു. VV സരോജിനി സമ്മാനദാനം നിർവഹിച്ചു. ഏരിയ ട്രഷറർ ഈശ്വരി ബാലകൃഷ്ണൻ, MV അപ്പുക്കുട്ടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരളം സമ്പൂർണ്ണ വൈദ്യുതീകരണ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി പഴയങ്ങാടി KSEB സെക്ഷൻ ഓഫീസിൽ പായസ വിതരണം നടത്തി. ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് പായസ വിതരണം നടത്തിയത്. കേരളത്തിലെ മുഴുവൻ വീടുകളിലും വൈദ്യുതി എത്തിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം കോഴിക്കോട്ട് നടന്നു. 1.5 ലക്ഷത്തോളം പുതിയ കണക്ഷനുകളാണ് നൽകിയത്. കല്യാശ്ശേരി മണ്ഡലത്തിൽ 580 കണക്ഷൻ നൽകിയിരുന്നു. ഗ്രാമീണ ജനതയ്ക്ക് ഏറെ ആശ്വാസം നൽകുന്നു സമ്പൂർണ്ണ വൈദ്യുതി പ്രഖ്യാപനം. ശ്രീ പിണറായി വിജയൻ അവർ നിർവഹിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ സെക്ഷൻ ഓഫീസുകളിലും ഇതുപോലുള്ള പായസ വിതരണം. സന്തോഷത്തിൻ്റെ പ്രതീകമായി എല്ലാവർക്കും പായസ വിതരണത്തിൻ്റെ ഭാഗമായി ഇവിടെയും പായസ വിതരണം സമ്പൂർണ്ണ സാക്ഷരത പ്രഖ്യാപിച്ചതുപോലെ തന്നെ വളരെയധികം ജനകീയ മുന്നേറ്റത്തോടുകൂടി, ജനകീയ പങ്കാളിത്തത്തോടു കൂടിയിട്ടാണ് നമ്മുടെ വൈദ്യുതി ബോർഡ് ഇങ്ങനെയുള്ള ഒരു സമ്പൂർണ്ണ വൈദ്യുതീകരണ യജ്ഞം പൂർത്തീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഗ്രാമങ്ങളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരുപാട് പ്രദേശങ്ങളിൽ നമ്മൾ ഈ വൈദ്യുതീകരണത്തിൻ്റെ ഭാഗമായിട്ട് വൈദ്യുതി എത്തിച്ചിട്ടുണ്ട്. വർഷങ്ങളായിട്ട് വൈദ്യുതി ഇല്ലാതെ കിടക്കുന്ന ഒരുപാട് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരുപാട് ആൾക്കാർക്ക് നമുക്ക് വൈദ്യുതി എത്തിക്കാൻ വേണ്ടിയിട്ട് പലവിധ സന്നദ്ധ സംഘടനകളുടെയും അസോസിയേഷൻ്റെയും ഒക്കെ ഭാഗമായിട്ട് വൈദ്യുതി ബോർഡിന് കഴിഞ്ഞിട്ടുണ്ട്. പഴയങ്ങാടി നടന്ന പായസ വിതരണത്തിന് പത്മനാഭൻ നായർ, സുധീഷ് PV, K സുരേഷ്, വിനോദ് CV തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. എരമം കണ്ണാപ്പള്ളിപ്പൊയിലിലെ പാർശ്വഭിത്തി സംരക്ഷണവും വലിയകുളം നവീകരണവും പൂർത്തിയായി. തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിൽ ദിനങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ് കുളം നവീകരണം പൂർത്തിയാക്കിയത്. എരമം വലിയകുളം നവീകരണവും പാർശ്വഭിത്തി സംരക്ഷണവും പൂർണ്ണമായും തൊഴിലുറപ്പ് പദ്ധതി തൊഴിൽ ദിനങ്ങൾ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ചതാണ്. 2150 തൊഴിൽ ദിനങ്ങളായി ആകെ 5.25 ലക്ഷം രൂപയുടെ പ്രവൃത്തിയാണ് പൂർത്തീകരിച്ചത്. നന്ദിനി MT, ഉഷ KV എന്നിവരാണ് പ്രവൃത്തിയുടെ നേതൃത്വം വഹിച്ചത്. തൊഴിലുറപ്പ് പദ്ധതി പണിയെടുക്കാൻ തുടങ്ങിയിട്ട് 35 ദിവസത്തോളം പണിയെടുത്തു. നല്ല നിലയിൽ 10-70 തൊഴിലാളികളെല്ലാം പണിയെടുക്കാറുണ്ട്. ഇതിൽ നമ്മളെ കഴിവിന് പരമാവധി നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട്. ഇന്നും മുമ്പോട്ട് നല്ല ജലാശയമായി കൊണ്ടുവരാൻ നമുക്ക് പണി തരണമെന്ന് പറയുന്നു. 41 ദിവസങ്ങളിലായി 89 തൊഴിലാളികൾ പ്രവൃത്തിയിൽ പങ്കാളികളായി. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ ജല സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ എരമം കണ്ണാപ്പള്ളിപ്പൊയിലെ വലിയകുളം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കുളത്തിൻ്റെ നവീകരണം നടപ്പിലാക്കാൻ വേണ്ടി പഞ്ചായത്തും
അതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ 2017 ജനുവരി 30 ഇതിൻ്റെ പണി ആരംഭിച്ചത്. ഈ ദിവസങ്ങളിലായി 2150 തൊഴിലാളികൾ ഇതിൻ്റെ പണി ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഏകദേശം ഒരു 70 ലക്ഷത്തിലധികം വെള്ളം സംഭരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വലിയ ജലാശയമാണ് ഈ വലിയ കുളം. ഇത് നമ്മുടെ മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റെല്ലാം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പ്രദേശത്തിൻ്റെ ഒരു വലിയ ജലസംഭരണിയാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കേണ്ടതുണ്ട്. തൊട്ടടുത്ത് നമ്മുടെ സൈബർ പാർക്കെല്ലാം എരമത്തിൻ്റെ ഒരു വലിയ സ്വപ്ന പദ്ധതിയായി വരികയാണ്. അതിനെല്ലാം ഉപകരിക്കുന്ന നിലയിലാണ് ഈ ജലസംഭരണി ഞങ്ങൾ കാണുന്നത്. 70 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ജലാശയമായി ഉപയോഗിക്കാവുന്ന രീതിയിലാണ് എരമം കുളം നവീകരിച്ചിരിക്കുന്നത്. എരമം കുറ്റൂർ പഞ്ചായത്ത് 1-ാം വാർഡിൽ എരമം കണ്ണാപ്പള്ളിപ്പൊയിലാണ് ഒരേക്കർ സ്ഥലത്തായി എരമം വലിയ കുളം സ്ഥിതി ചെയ്യുന്നത്. NREG അസിസ്റ്റന്റ് എഞ്ചിനീയർ നീതു TP, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP രമേശൻ, VEO രജിത എന്നിവരുടെ നേതൃത്വത്തിലാണ് കുളം നവീകരണം പൂർത്തിയാക്കിയത്. CPIM കോറം ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുത്തത്തി ഗാന്ധി സെന്ററിന് സമീപം ആരംഭിച്ച മഴക്കുഴി നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം CPIM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗം KP മധു നിർവഹിച്ചു. ഹരിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി CPIM കോറം ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുത്തത്തി പടിഞ്ഞാറ് ഖാദി സെന്ററിന് സമീപം ആരംഭിച്ച മഴക്കുഴി നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം CPIM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗം KP മധു നിർവഹിച്ചു. KV രാഘവൻ അധ്യക്ഷത വഹിച്ചു. K കൃഷ്ണൻ മാസ്റ്റർ സ്വാഗതം ആശംസിച്ചു. KV ലളിത, KM ചന്തുക്കുട്ടി, KG നാരായണൻ, KM കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചെറുവച്ചേരി ജീവനം സ്വാശ്രയ സംഘത്തിന്റെ നേതൃത്വത്തിൽ കണ്ടോന്നാർ ഇടമന UP സ്കൂളിൽ വെച്ച് സൗജന്യ ക്യാൻസർ രോഗ നിർണയ ക്യാമ്പ് നടത്തി. TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ചെറുവച്ചേരി ജീവനം സ്വാശ്രയ സംഘം, ജസ്റ്റിസ് VR കൃഷ്ണയ്യർ, ലോ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ, മലബാർ ക്യാൻസർ സെന്റർ തലശ്ശേരി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കണ്ടോന്താർ ഇടമന UP സ്കൂളിൽ സംഘടിപ്പിച്ച സൗജന്യ ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ഈ രോഗം വന്നു കഴിഞ്ഞാൽ എല്ലാ സമയം ഡോക്ടറെ കാണാൻ തയ്യാറാവുകയും ശ്രീ ശ്രീധറാണ് പറഞ്ഞത്, പലപ്പോഴല്ലാത്ത ഭയമാണ്, പേടി, വിട്ടുമാറാത്ത അസുഖങ്ങൾ, അത് ശരീരത്തിൽ നമ്മുടെ ത്വക്കിന് വരുന്ന നിറഭേദമായാലും വിട്ടുമാറാത്ത തലവേദനയായാലും വയറുവേദനയായാലും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും യഥാസമയം ഡോക്ടർമാരെ കണ്ട്. ജീവനം പ്രസിഡന്റ് KKP ബാലകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു. NK സുജിത്ത് അധ്യക്ഷത വഹിച്ചു. K രാമചന്ദ്രൻ മാസ്റ്റർ, ഡോക്ടർ നീതു, P ശ്രീകല, KP കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പ് നിരവധി പേർ പ്രയോജനപ്പെടുത്തി. മാറ്റുലി ഡേ കെയറുകളിൽ കെയറില്ലാതാകുന്നു. പ്രേക്ഷക പ്രതികരണങ്ങൾ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വിടുമ്പം വേറൊരു, അതായത് സ്വന്തം അച്ഛൻ്റെ അമ്മേൻ്റെയും കൈകളിൽ വിടുന്നത് പോലെ ഒരു സുരക്ഷിതത്വം അത് പ്രതീക്ഷിച്ചാണ് അവിടെ വിടുന്നത്. അതങ്ങനെ തന്നെ അവർ തരുന്നില്ലെങ്കിൽ പിന്നെ ആ സ്ഥാപനം അവിടെ വെച്ചു പൊറപ്പിക്കുന്നതിൽ യാതൊരു ലക്ഷ്യവും. അതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം എൻ്റെ കുട്ടിയെ പോലെ തന്നെ ആ വരുന്ന കുട്ടി നമ്മുടെ കുട്ടിയാണെന്ന് കണ്ട് അവരതുപോലെ തന്നെ പരിചരിക്കണമെന്നാണ് നമുക്കും പറയുന്നത്. നമ്മൾ ഈ ശമ്പളം മാത്രം വാങ്ങിയാൽ പോരല്ല, അത് നമ്മളെ കുട്ടി തന്നെയാണെന്ന്, നമ്മൾ പ്രസവിച്ചില്ലെങ്കിലും അത് നമ്മുടെ കുട്ടിയാണെന്ന് തന്നെ നോക്കി കണ്ടിട്ട് അത് ചെയ്യണമെന്നാണ് നമുക്കും പറയാനുള്ളത്. അതുപോലെ തന്നെ രക്ഷിതാക്കൾ അവിടെ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വരുന്നതിനോടല്ല, ആ കുട്ടികൾക്ക് അവിടെ പരിചരണം കിട്ടുന്നുണ്ടോ എന്നുള്ളതും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സർക്കാരിന്റെ GST നയത്തിനെതിരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ചൊവ്വാഴ്ച ഹോട്ടലടച്ച് ഹർത്താൽ ആചരിച്ചു. ഹോട്ടൽ ഹർത്താൽ ജനങ്ങളെ ദുരിതത്തിലാക്കി. പയ്യന്നൂരിലെ RSS പ്രവർത്തകൻ ബിജുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ റിമാൻഡിലായ 2 പ്രതികളെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. അന്വേഷണ ഉദ്യോഗസ്ഥനായ പയ്യന്നൂർ CI MP ആസാദ് നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് 3 ദിവസത്തേക്ക് പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടത്.
കേന്ദ്ര സർക്കാരിന്റെ ബീഫ് നിരോധനത്തിനെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നു. തൃക്കരിപ്പൂരിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ബീഫ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ കരിദിനം ആചരിച്ചു. പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഒന്നും ശരിയായില്ല. ആവശ്യത്തിന് ജീവനക്കാരില്ല. ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റുന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് വെള്ളൂർ ഗവൺമെന്റ് LP സ്കൂൾ മാതൃക. ഈ വർഷം സ്കൂളിൽ 1ാം ക്ലാസ് പ്രവേശനം നേടിയവരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധന. 110 പേരാണ് ഇതിനകം പ്രവേശനം നേടിയത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.